അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവർക്ക് 100 നന്ദി. നമ്മൾ ഇഷ്ടത്ത് കിടന്നതിന് നല്ലത് ചെയ്ത് തന്നതിന് 100 പുണ്യം കിട്ടും. ഇവിടെ ആന വന്ന് തട്ടിയായിരുന്നല്ലേ? ഇവിടെ നിന്നിട്ട് അടിച്ച് കീറിയത് ഇത് മൊത്തം. രാത്രിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ പേടിക്കണം അല്ലേ? പിന്നെ പേടിക്കാണ്ട് രക്ഷയില്ല. പെണ്ണുങ്ങൾക്ക് പനിച്ചു വരെ കിടന്നു, 1.5 ആഴ്ച പനിച്ചു വരെ കിടന്നു. അതായത് ആന ഇവിടെ ആന മുറ്റത്ത് വന്ന് ഒറ്റ അടിയാണ് ഈ കൊന്നേക്ക്, അവിടെയുള്ള കൊന്നേക്ക് ഷെഡ് വലിച്ച്. ഈ ഷെഡൊക്കെ ഇവിടെ ഷെഡ് ഉണ്ടായിരുന്നല്ലോ അന്ന് വന്നപ്പോ അല്ലേ? ഇത് മൊത്തം ഷെഡ് എല്ലാം വലിച്ച് വാരി കളഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ പുതിയ കണക്ഷന് വേണ്ടി കൊടുക്കണം, സംഭവമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. കറണ്ട് കൊണ്ട് ഇരിക്കണേ. അജേഷിനും അതുപോലെ തന്നെ അരുണും 2 പേർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇവരുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. വളരെ സന്തോഷം. അവർ കാരണമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് തന്നെ സംഭവിച്ചതും അവരുടെ ആ മുഖത്ത് ഒരു സന്തോഷം വന്നതും കേട്ടോ. ജീവിക്കാൻ പോലും ഒരു സാധനം ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചു ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലെ ബ്ലോക്ക് 7 എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു പ്രദേശത്ത് ഒരു കാട്ടാന കയറി വീടിൻ്റെ മുൻവശത്ത് വരികയും വാതിൽ പൊളിക്കുകയൊക്കെ ചെയ്ത ഒരു വിഷയം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ വീട്ടുകാർക്ക് കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവർക്ക് കറണ്ട് കട്ടായി പോയിട്ട് നാളുകളായതായിരുന്നു. അവർക്ക് മീറ്ററും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവർ റീവയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു കറണ്ട് കണക്ഷൻ്റെ ഒരു പൈസ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. കറണ്ട് ഇല്ലാതെ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനാണ്. മാത്രമല്ല എല്ലാ ദിവസവും എന്ന് പറയുന്ന ഒരു ആന ഈ പ്രദേശത്തോടെയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു വെട്ടവും വെളിച്ചവും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് 6 മാസത്തിന് ശേഷം ആ വീഡിയോ ഈ അടുത്ത ഒരാൾ കണ്ടു. അരുൺ എന്നാണ് ആ ഒരു സഹോദരൻ്റെ പേര്. പുള്ളി നമ്മളെ സഹായിക്കാം എന്ന് ഏറ്റു. അതായത് അവരുടെ കറണ്ട് തിരിച്ചു കിട്ടാനായിട്ടുള്ള ചിലവ് എത്ര വരുമോ, അതുപോലെ തന്നെ കുറച്ച് നാളത്തേക്കുള്ള അവരുടെ കറണ്ട് ബില്ലും സെറ്റിൽ ചെയ്യാമെന്ന് അരുൺ അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഞാൻ വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ സ്ഥിതി എന്നുള്ളതൊക്കെ നമുക്ക് ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ അവരെ നേരത്തെ എപ്പിസോഡിൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു ഉപകാരം കൂടെ ആയിക്കോളൂല്ലേ. അതായത് അവരെ ഒന്ന് നമുക്ക് നേരിട്ട് കാണാം, അവരോട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാം. എന്നിട്ട് നമുക്ക് ആ കറണ്ട് വീണ്ടും കിട്ടാനായിട്ടുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കിടക്കാം കേട്ടോ. ഇതാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ദൂരെ ഈ കാണുന്നതാണ് അവരുടെ വീട് കേട്ടോ. അതല്ല ഞാൻ ഈ ഒരു പ്രദേശത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവർക്ക് ഇവർ മൊബൈലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി ആണ് ചാർജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവരുടെ വീട്ടിൽ നാളുകളായിട്ട് കറണ്ട് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇത്തരം കാട്ടാനയൊക്കെ ഉള്ളൊരു പ്രദേശം കൂടെ ആയതുകൊണ്ട് വളരെ സങ്കടം തോന്നി അവരുടെ ആ ഒരു വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ. അത് പക്ഷേ ഇപ്പോൾ ഒരാൾ അതിനുവേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. അവരെ നമുക്കൊന്ന് നേരിട്ട് കാണാം. അവരോട് എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്നൊക്കെ ഉള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് ചേട്ടൻ്റെ വീട്. പേരെങ്ങനെ ചേട്ടാ? ജിത്തു. അന്ന് നമ്മൾ വന്നാൽ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ചേട്ടാ എത്ര നാളായി നിങ്ങൾക്ക് കറണ്ട് ഇല്ലാതായിട്ട്? 5-8 വർഷമായി. 5-8 വർഷമായോ? 5-8 വർഷമായിട്ട് നിങ്ങൾ കറണ്ട് ഇല്ലാതെ ഇതിന്റെ ഈ മീറ്ററിന്റെ അടുത്ത് വരെ കറണ്ട് വരുള്ളൂ. ഉള്ളിലേക്ക് കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പൊ മീറ്റർ ഒന്നും കാണുന്നില്ലല്ലോ? മീറ്റർ ഒന്നുമില്ല. ഇല്ല, അവര് ഊരിക്കൊണ്ടുപോയി. എന്തേലും ആ പണ്ടത്തെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നോ? ചില്ലറ പൈസ അവർ പറഞ്ഞത് 2000 രൂപ വെച്ചിട്ട് അടക്കാനാ പറഞ്ഞത്. അന്നേരത്തിന് അവർക്ക് 2000 രൂപ എന്ന് പറഞ്ഞാൽ പുതിയ അപേക്ഷ കൊടുക്കണം. അന്നേരത്തിന് ഞാൻ അന്നത്തെ പൈസ അടയ്ക്കാത്തോണ്ടായിരിക്കും അവർ കട്ടാക്കിയത് അല്ലേ? അന്നേരത്തിന് നോക്കുമ്പോഴത്തേന് പണങ്ങൾക്ക് സുഖമില്ലാണ്ട് ആയിപ്പോയി. പിന്നെ പല വൈക്കും ആയിപ്പോയത്. അത് കൊണ്ട് അടക്കാനും പറ്റിയില്ല. ഓരോരോ ബുദ്ധിമുട്ടുകൾ അങ്ങനെ അത് നീണ്ടു പോയി. ഇത്രയും കാലമായിട്ട് നിങ്ങൾ കണ്ടില്ലാതെ കിടക്കുക. അപ്പൊ ഞാൻ അന്ന് വന്നപ്പോഴും, ഞാനിപ്പോ ഒരു 6-7 മാസമായി വന്നിട്ട്, അന്ന് വന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. അതിനുശേഷം ഒരു മാറ്റവും ഇല്ലല്ലേ? അന്ന് കറണ്ട് കണക്ഷൻ കൊടുക്കുന്ന കാര്യമൊക്കെ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാരും വന്ന് വിളിച്ച് പറയുന്നത് കേട്ടായിരുന്നു. വിളിച്ച് പറഞ്ഞു. അത് എന്നിട്ടും ശരിയായില്ല? ഇതുവരെ ആയിട്ടും ശരിയായിട്ടില്ല. അവരോട് ഞാൻ പലവട്ടം ഞാൻ
ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഭാര്യനെ കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴത്തിന് ചെക്കപ്പിന് പോകുമ്പോഴത്തിന് അവരോട് കാര്യം പറഞ്ഞായിരുന്നു. അന്നേരത്തെ ഇതുവരെ ഏറ്റവും ഒരു കാര്യത്തിന് അവര് പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു തരാം, അങ്ങനെയാ ഇങ്ങനെയാന്നല്ല ഓരോരോ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെ ഏറ്റവും അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ ഏറ്റവും ആരും. അതായത് ഇപ്പൊ ചേട്ടന് എന്താ പറയാ, ഈ പുതിയ കണക്ഷനുള്ള ആ ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ആ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതാക്കാത്തത് അല്ലെ? അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഏതായാലും ചേട്ടനെ സഹായിക്കാനായിട്ട് അരുൺ എന്ന് പറയുന്ന ഒരാള്, പുള്ളി ചേട്ടനെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി തൃശ്ശൂരുകാരനാണ്. അപ്പൊ പുള്ളി നമുക്ക് വേണ്ട എത്ര രൂപയാണോ കണക്ഷന് വേണ്ടത് ആ പൈസയും തരാം, അതിനുശേഷം കുറച്ച് നാളത്തേക്കുള്ള കറണ്ട് ബില്ലും അടച്ചു തരാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ അതിന് പ്രകാരമാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. പിന്നെ ഇവിടുത്തെ ആനപ്രശ്നമൊക്കെ ആനപ്രശ്നമൊക്കെ ഭയങ്കരം തന്നെയാണ്. കഴിഞ്ഞിടക്ക് ഭാര്യയായി ഞാനും കൂടി അന്നേരം ഭക്ഷണം വെച്ചിട്ട് അങ്ങ് അന്നത്തെ ആ സംഭവം എന്ന് പറയാമോ? നമ്മൾ അന്ന് വന്നപ്പോ അന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പേടിക്കാനുള്ളത് ഒരു പെണ്ണുങ്ങൾക്ക് പനിച്ചു വരെ കിടന്നു. ഒന്നര ആഴ്ച പനിച്ചു വരെ കിടന്നു. അതായത് ആന ഇവിടെ ആന മുറ്റത്ത് വന്ന് ഒറ്റ അടിയാന്ന് ഈ കൊന്നേക്ക്, അവിടെയുള്ള കൊന്നേക്ക് ഷെഡ് വലിച്ച്. ഈ ഷെഡൊക്കെ ഇവിടെ ഷെഡ് ഉണ്ടായിരുന്നല്ലോ അന്ന് വന്നപ്പോ അല്ലെ? ഇത് മൊത്തം ഷെഡ് എല്ലാം വലിച്ചു വാരി കളഞ്ഞതാണ്. എന്നിട്ട് ഇതിലെ കൂടെ ഒരു പോക്കങ്ങ് പോയി, അത് ഷെഡ് വലിച്ചു കഴിഞ്ഞിട്ട്. എന്നിട്ട് രണ്ടാമതും വന്നിട്ടാണ് ഈ വാതിലിനോടും പിന്നെ പുള്ളും വാതിലൊക്കെ പൊളിച്ചന്നല്ലേ? അന്ന് വാതിലൊക്കെ പൊളിച്ചതാണ്. ആ വാതിലല്ലേ? ഈ മുമ്പത്തെ സാറില്ല, ഭക്ഷണം ഉണ്ടാക്കുന്നല്ലേ? ഈ വാതിലൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞു കേട്ടോ. ഇത് അതിനുശേഷം ശരിയാക്കാൻ പറ്റിയില്ലല്ലേ? ഇല്ലല്ല. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നൊക്കെ ഇവിടെയാ? ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ശോഭ. രാത്രിയായി കറണ്ട് ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതന്നെ. ആന ഈ അടുത്തൊക്കെ വന്നായിരുന്നു? ഈ അടുത്തൊന്ന് വന്ന ഈ ഇടക്കെല്ലാം ആ പറമ്പില്ല വെളിച്ചം കാണുന്നേ, അവരിപ്പം കശ്മാവട്ടേക്കുന്നു. അതിനകത്തെല്ലാം വരുന്നുണ്ടല്ലേ? രാത്രിയൊക്കെ നിങ്ങക്ക് ഇവിടെ വരുമ്പോ പേടിക്കണം അല്ലേ? പിന്നെ പേടിക്കാണ്ട് രക്ഷയില്ല. ചേച്ചി ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ പുറത്തിരുന്നിട്ടോ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർക്ക് അന്ന് നമ്മളിവിടെ വന്നപ്പോ ഒരു ഷെഡ് ഉണ്ട്, അന്ന് ഷെഡ് ഉണ്ടായിരുന്നു അല്ലേ? ആ ഷെഡ് ആന പൊളിച്ച് കളഞ്ഞാണ്. പിന്നീട് അവർക്ക് ഷെഡ് പണിയാനായിട്ടൊന്നും സാധിച്ചില്ല. ഇതാണ് അവരുടെ അവസ്ഥ കേട്ടോ. ഇവിടെ ആന ഒന്ന് തട്ടിയായിരുന്നല്ലേ? ഇവിടെ നിന്നിട്ട് അടിച്ച് കീറിയതാ ഇത് മൊത്തം. പോയതാ, ഇളകി പോയതല്ലേ? ഈ വാതിലും പോയായിരുന്നു, പുറവസ്ഥ വാതിലും പോയായിരുന്നു കേട്ടോ. ഏതായാലും ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതിപ്പോ രണ്ടാമത് വയറിങ് ചെയ്താണോ? രണ്ടാമത് വയറിങ് ചെയ്തല്ലേ? രണ്ടാമത് വയറിങ് ചെയ്തതിന്റെ പ്രശ്നങ്ങളാണ്. മീറ്റർ ഇരുന്ന് എപ്പറായിരുന്നു? അപ്പറാ ഇവിടെ ആരാ? ഇനിയിപ്പോ നമ്മള് പുതിയ കണക്ഷന് വേണ്ടി കൊടുക്കണം അല്ലേ? എല്ലാ ദിവസവും പറയുന്ന ആന ഇവിടെ ഈ ഭാഗത്ത് എല്ലാ ദിവസവും ആനയുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ഭാഗത്ത് പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, വലിയവർക്കും. ഇന്ന് രാവിലെ ആ സ്ഥലത്ത് അതിന്റെ പുറകില് ആന ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് താഴെ ഭാഗത്തല്ലേ? ആ വീടിന്റെ അടുത്ത് ഇത് മൊത്തം കാട് പിടിച്ചു കിടക്കുക. തെളിച്ചില്ല ഇതുവരെ. അവര് അങ്ങോട്ടേക്ക് തെളിക്കുന്നുണ്ട്. അവര് നമ്മള് പറയുന്ന ഒരു കാര്യത്തിന് ഇങ്ങോട്ടേക്ക് ആരും തിരിഞ്ഞു പറഞ്ഞ് നോക്കുന്നില്ല. അപ്പുറത്തും ഇപ്പുറത്തും കാട് പിടിച്ച് കിടക്കുന്നത്. അവരെ ചുറ്റുപാട് മാത്രമേ അവര് വൃത്തിയാക്കുന്നുള്ളൂ. നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ആരും വൃത്തിയാക്കുന്നില്ല. വയനാട് ഏരിയ അങ്ങനെ വന്നവരെ സ്ഥലത്ത് കരിമ്പാലന്മാര് നിൽക്കുന്ന സ്ഥലത്തെല്ലാം അവര് ഓരോരോ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രദേശത്ത് പാവങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ആരും ഇടപെടാ വരുന്നില്ല ഇതുവരെ ആയിട്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ടല്ലേ? വീടുകളുണ്ട്. ഇതിന്റെ ഉള്ളിൽ വീടുകളുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കിടക്കുന്നത്. അന്ന് ഈ വാതിൽ പൊളിച്ചിട്ട് അപ്പൊ ഈ വാതില് നന്നാക്കി തരാൻ ആരും അവരോട് പറഞ്ഞിട്ട് അവര് ആരുടെ പറഞ്ഞേ? മറ്റേ വേലായുധനോ പിന്നെ മെമ്പർ വേലായുധനോട് അവരോടെല്ലാം പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാര് കേരള സ്ഥലത്തുനിന്ന് വന്നു. ആന പൊളിച്ചത് അവരോട് പറഞ്ഞായിരുന്നു. അവരോട് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒരു തീരുമാനം ഇവിടെ ആയില്ല. അവിടുത്തെ ഷെഡ് പൊളിച്ചിട്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഷെഡ് പൊളിച്ചായിരുന്നു ഈ കഴിഞ്ഞ ഇടക്ക് വന്നിട്ട്. അത് ആൾക്കാര് വേഗത്ത് ഇരിക്കുന്നില്ല. അന്നേരത്തിനും വന്നിട്ട് അവരെ മുമ്പിൽ ആ വീട്ടില് ചെറിയ കുഞ്ഞു പിള്ളേരെല്ലാം ഉള്ളതാണ്. ഇവിടെ ജീവിക്കുന്ന ഞമ്മക്ക് ഇവിടെ ഒന്നായി ആനേനെ ഫോട്ടോ എടുത്തത് ഒന്ന് ഇവരെല്ലാം
ഒരു ദിവസം 600 റുപ്യന്റെ പണിയെടുക്കുന്നേ. 600 റുപ്യന്റെ പണി എടുത്തിട്ട് അവരെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് അവരങ്ങ് മണത്തണ അങ്ങെല്ലാം മടപ്പുരച്ചാലിലെല്ലാം പോയിട്ട് അന്ന് പണി എടുത്തിട്ട് വരുന്നത്. എന്നാ ആനയെ കണ്ടെന്നാ? ഇന്നാ 2-3 ദിവസം ഈ പച്ച നെറ്റ് കെട്ടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ തെളിഞ്ഞ സ്ഥലത്ത്. ഇതിന്റെ തൊട്ടുപുറത്ത് അല്ലേ, ഈ ഭാഗത്തായിട്ടാട്ടോ. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ കാട് ഇതിന്റെ അപ്പുറത്ത് തെളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ജീവിക്കാൻ പോലും ഒരു സാധനം അതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അത് നട്ടു വളർത്തിയിട്ടും കാര്യമില്ലല്ലേ? നട്ട് വളർത്തിയിട്ടൊന്നും കാര്യമല്ല. അപ്പൊ ചേട്ടൻ എവിടെയാ പുറത്താണ് പണിക്ക് പോകുന്നത്? പുറത്ത് പണിക്ക് പോകും. കിട്ടുന്നത് കൊണ്ട് ഭാര്യക്ക് മരുന്നുള്ളതും വെക്കും, പിന്നെ കുടുംബത്തിലുള്ള കാര്യങ്ങളും നിറവേറ്റും. അങ്ങനെയാണ് സംഭവം ഉള്ളത്. വേറെ ബുദ്ധിമുട്ടുകള് എന്താന്ന് വെച്ചാല് പെണ്ണുങ്ങളെ കൊണ്ട് ഇനി അടുത്ത മാസം ഓപ്പറേഷനാണ്. പെണ്ണുങ്ങളെ വയറിന് ചെറിയൊരു മുഴ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സങ്കടം. അപേക്ഷ ഫോം ഉണ്ടോ അതില്? അപേക്ഷ ഫോം ഉണ്ട്. ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതെടുക്ക്. അപേക്ഷ ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അല്ലേ? ഇത് വയറിങ് ചെയ്താണ്. അപ്പൊ സംഭവം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് അക്ഷയ കൊണ്ടുപോയി കൊടുത്താൽ മതി അല്ലേ? ചേട്ടാ, നമുക്ക് അത്യാവശ്യമായിട്ട് പിന്നെ ഇപ്പൊ കറണ്ട് അല്ലേ ശരിയാക്കണ്ടേ? നമുക്ക് ഏതായാലും അക്ഷയയിലേക്ക് പോയാലോ? നമ്മളേതായാലും അക്ഷയയിലേക്ക് പോവാട്ടോ. അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അടുത്ത് കാണിക്കാം. അങ്ങനെ നമ്മൾ അക്ഷയ പോയി അതിന്റെ പുതിയ കണക്ഷനുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി അത് ഒരു ഓവർസിയർ വന്ന് ഇത് ലൈനും കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കണക്ഷൻ കിട്ടാൻ കേട്ടോ. നമ്മളേതായാലും കണക്ഷൻ ഇത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഒരാഴ്ച എടുക്കും ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തതിനു ശേഷം പിന്നെ ഒരു 3-4 ദിവസം കൊണ്ട് അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ സംഭവം കിട്ടും കേട്ടോ. നമുക്ക് ഏതായാലും നോക്കാം. ഏതായാലും നമ്മളങ്ങനെ അക്ഷയയിൽ പോയി ആ ഒരു പുതിയ കണക്ഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ഓവർസിയർ വന്ന് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം കണക്ഷനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഏതായാലും ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ സംഭവം നടക്കും. അപ്പം ഇതിൻ്റെ 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആയിരിക്കും ഇതിനെയുള്ള പോർഷനിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം ഏതായാലും കുറച്ച് അധികം നമ്മളിതിൻ്റെ പുറകെ മെനക്കെട്ടു. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഒരു കറണ്ട് കണക്ഷൻ നമ്മൾ തുടക്കം മുതലേ കണ്ടിരുന്നു. അതായത് 2 ആഴ്ച കൊണ്ട് ഷൂട്ട് ചെയ്തൊരു എപ്പിസോഡാണിത്. അപ്പോൾ ആ ഒരു കറണ്ട് കണക്ഷൻ അവർക്കിന്ന് കിട്ടിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നടന്നു. ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതലേ നമുക്ക് ഇതിന് ഒരു പ്രചോദനമായത് എന്ന് പറയുന്നത് 2 പേരാണ്. ഒന്ന് അരുൺ എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു സഹോദരനാണ്. അരുൺ ബ്രോ, താങ്ക് യു. അതുപോലെ തന്നെ അജേഷ്, പുള്ളി ബാംഗ്ലൂരുകാരനാണ്. അരുൺ തൃശ്ശൂരുകാരനാണ്. ഇവർ 2 പേരുമാണ് നമ്മളെ ഈ കാര്യത്തിന് സഹായിച്ചത് ഇതിനു വേണ്ടിയിട്ട്. അപ്പം അരുണാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അരുൺ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ, ആ വീഡിയോയിലുള്ള ആളുകളെ അല്ലെങ്കിൽ അവർക്ക് കറണ്ട് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആനക്കാടാണല്ലോ, അവർക്ക് നമുക്കൊരു കണക്ഷൻ സെറ്റാക്കി കൊടുക്കാൻ പറ്റുമോ, എനിക്കതിന് സഹായിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിടത്തുനിന്നാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അരുണാണ് ഇതിന് ഇനിഷ്യേറ്റീവ് ശരിക്കും പറഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ നടന്നു. പിന്നെ അരുണിൻ്റെ ഒരു എമൗണ്ടാണ് അരുൺ നമുക്ക് തന്നത്. അപ്പോൾ അതിലും കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ പൈസ ചിലവ് വന്നു. അപ്പോൾ ആ പൈസ തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റും കൂടെ ഇട്ടു. അപ്പം 2-3 പേര് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ആദ്യം പറഞ്ഞ ആൾ അജേഷായിരുന്നു. അങ്ങനെ അജേഷ് ആ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ബാക്കി തുകയും കൂടെ നമുക്ക് തന്ന് സഹായിച്ചു. അതിൻ്റെ ബാക്കിയുള്ള പൈസയ്ക്ക് കുറച്ച് പൈസ കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അജേഷ് പറഞ്ഞു ബാക്കി പൈസയ്ക്ക് ബൾബും മറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തോളാം, ഒരു ടോർച്ചൊക്കെ മേടിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് നമ്മളിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അവർ 2 പേരുമാണ് ഈ ഒരു സൽപ്രവൃത്തിക്ക് കാരണം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അവർ 2 പേരും സംസാരിക്കുന്ന ഒരു രംഗമാണ്. അവർ നമ്മളോട് ചെറിയൊരു സ്പീച്ച് നമ്മളോട് പറയും. അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങളോട് തന്നെ നമുക്ക് കേൾക്കാം കേട്ടോ. ചേട്ടാ, എൻ്റെ പേര് അരുൺ.
ഞാൻ നിങ്ങൾ അന്നത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ഇത്ര ആനകളുടെ ഇടയിൽ കറണ്ട് ഇല്ലാതെ മീറ്റർ കൂരിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെ എടുക്കാന്ന് പറയുമ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റണം? അപ്പം ഞാൻ അങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എൻ്റേതായ രീതിയിലൊരു സഹായം ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കറണ്ട് കിട്ടേണ്ട രീതിയിൽ എല്ലാ സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സഹായം ചെയ്തിട്ട് ഇപ്പോൾ കറണ്ട് കിട്ടിയെന്ന് അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക. സന്തോഷം. അപ്പോൾ ഏതായാലും അരുൺ ബ്രോയും അജേഷ് ബ്രോയും സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. നമ്മളേതായാലും ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ബൾബും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാം കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:30 ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് ഇവർക്ക് കണക്ഷൻ കിട്ടിയത് എന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ പുറപ്പെടുകയായിരുന്നു. അപ്പോൾ ഏതായാലും അവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കാദ്യം കണക്ഷൻ കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഏതായാലും ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടോർച്ചും ഉണ്ട്. എന്തായാലും നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ അപ്പോൾ ആ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേട്ടാ കണക്ഷൻ കിട്ടിയില്ലേ? കണക്ഷൻ കിട്ടി. എത്ര മണിയായപ്പോഴാണ് അവർ വന്നേ? 5 മണി കഴിഞ്ഞു. 5 മണിയായില്ലേ? കാണിച്ചേ, മിട്ട് കാണിച്ചേ. നമ്മളന്ന് വന്നപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടാണ്. അവിടെ ഒന്നുമില്ലായിരുന്നു, ഒരു സംഭവമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. കറണ്ടും ഉണ്ട്. വളരെ സന്തോഷം കേട്ടോ. അതായത് നമ്മളിനി ഇനിയിപ്പോൾ ബൾബ് പിടിപ്പിക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ബൾബ് പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ചേട്ടാ എന്താ ഈ ബൾബ് എടുത്തോ, തുറന്നു. എത്ര ഹോൾഡർ ഉണ്ട്? 4. പുറത്തേക്കുള്ളതിന് ഞാൻ വയറ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 12 വാട്ട്സിൻ്റെ കൂടി ഇട്ടോ. ഇത് കിട്ടും. ഇരിക്കണേ, കൂടണം. റെഡിയാ. സ്വിച്ച് വന്നിട്ട് അടിപൊളി കറണ്ട് കിട്ടിയിരിക്കണം കേട്ടോ. ലൈറ്റ് കത്തി. അടുത്ത ഇനി എവിടെയുള്ള കിട്ടും? ബാക്കിയുള്ള എല്ലായിടത്തും എല്ലാം ഇട്ടോ. ഈ ഒരെണ്ണം മാറ്റി വെച്ചോ. ഇത് നമുക്ക് പുറത്തിടാം കേട്ടോ. ഇത് നമുക്ക് പുറത്ത് വയറിലിടാം. ഉള്ളിലെടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് പോയതാ. എന്താ പറ്റിയ? അത് അതിന്റെ ഉള്ളിലത്തെ പിന്നൊന്ന് പോയിട്ടുണ്ട്. ഇട്ട് നോക്കിക്കേ. കത്തുന്നില്ലേ? അവിടുന്ന് ഒരു ബൾബ് മേടിച്ചോണ്ട് വന്നായിരുന്നു. ഇവിടെ ഇട്ട് നോക്കിയാ കത്തുന്നില്ല. കുറെ നാളായില്ലേ വർക്കിയായിട്ട് കിടന്നിട്ടില്ലേ? എവിടെയാ? അവിടെ തന്നെ. ഒറ്റ സ്വിച്ചുള്ള. അടിപൊളി. അതും കത്തി. അങ്ങനെ ഇവിടെ ലൈറ്റ് കിട്ടി കേട്ടോ. ഇനി എവിടെയുള്ള അടുക്കള അവിടെ ഉണ്ടോ? ഇവിടെ ഈ റൂമിലുണ്ട്. പിന്നെ കവറൊന്നും കളയല്ലേ. ഞാൻ എന്തായാലും കേടായി പോയാൽ നമുക്ക് 1 വർഷത്തിനുള്ളിൽ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു.
ആ അതും കത്തി, അടിപൊളി. ഇനി എന്താ ഉള്ളത്? ഇനി അവിടെ അടുക്കളയിൽ എവിടെ ഉണ്ടോ? അടുക്കള പറഞ്ഞാൽ നമ്മളിന്ന് കണ്ടാണ്. ഇവർ പുറത്താണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ കണ്ടതാണ്. പോയിട്ടുള്ളത് പോയാ നാളായില്ലേ? എന്താ പറ്റിയേ? ആ തീരാ അവിടെ ഇട്ട് നോക്ക്, കത്തുമായിരിക്കുന്നേ. ചിലപ്പോ കത്തുമായിരിക്കും. ഉറപ്പാ? ഉള്ളിലത്തെ സാധനം പോയില്ലേ? ആ ഞാൻ മേടിച്ചു തരാം കേട്ടോ. ഞാൻ മേടിച്ചു തരാം, നമുക്ക് അതൊക്കെ ചെയ്യാം. അല്ല ഇത്രയെങ്കിലും ആയില്ലേ? വീട്ടില് വേട്ടമായി കേട്ടോ. പുറത്ത് ലൈറ്റ് കത്തി, സന്തോഷം കേട്ടോ. ഈ ടോർച്ചേ 5 മണിക്കൂർ ചാർജ് ചെയ്യാൻ വെക്കണേ. അതിന് കണക്ഷൻ ഇല്ലേ? സ്ഥലമില്ലേ? ചാർജ് ചെയ്യാൻ വെക്കാൻ സ്ഥലമില്ലേ? മൊബൈൽ ചാർജ് ചെയ്യണ ഇതൊക്കെ ഇല്ലേ? ഇതാ ഇത് നല്ല പവറുള്ള 100 വാട്ട്സിൻ്റെ. രാത്രിയൊക്കെ നിങ്ങൾക്ക് നല്ല റേഞ്ച് കിട്ടും. 5 മണിക്കൂർ കുത്തി വെക്കണേ. കാണിച്ചു തരാം. ഊരിക്കാം. ഇവിടെ കേട്ടോ, സ്ഥലം കണ്ടോ? ഇങ്ങനെ നോക്കിയിട്ട് നോക്കി നോക്കി കുറച്ച് അറിയാൻ പറ്റും. ചുവപ്പ് കത്തണം കേട്ടോ. ഇതിപ്പോൾ പച്ച കത്തുന്നേ ഉണ്ടോ? ചുവപ്പ് കത്തിയാലേ ചാർജ് ആവുള്ളേ. പച്ച കത്തിയാണെങ്കിൽ ചാർജ് ആവൂല. ചുവപ്പ് കത്തുന്നുണ്ടോ നോക്കണം കേട്ടോ. അങ്ങനെ ലൂസ് ഉണ്ടോ? ഇടയ്ക്ക് ലൂസ് ഉണ്ടല്ലോ. അങ്ങനെ നോക്കണേ. ചുവപ്പ് കത്തണം കേട്ടോ. ചാർജ് ആക്കുമ്പോൾ ചുവപ്പ് കത്തണേ. ഇതേ നിങ്ങൾക്ക് സ്വിച്ച് ബോർഡിന്റെ പറഞ്ഞോളൂ. അല്ല തൽക്കാലത്തേക്ക് രാത്രി നിങ്ങൾക്ക് ഇട്ട് വെക്കാലോ. രാത്രി ഇട്ട് വെക്കാലോ. പറഞ്ഞിട്ടോ, കയ്യോടെ ഇട്ടോ. ഇരുട്ടാവുന്നതിന് പിന്നെ ആനയൊക്കെ വരുന്നല്ല. ഈ മാവ് വരെ എത്തുമോ? ഇല്ലായിരിക്കും അല്ലേ? 10 മീറ്റർ ഉണ്ട്. 10 മീറ്റർ ഞാൻ മേടിച്ച. എവിടെ? അല്ലെങ്കിൽ ചെറിയ ഒരു കുഴി അല്ലേ? മുറ്റത്തെവിടെ ഇച്ചിരി ഈ നടുക്കായിട്ട് അല്ലെങ്കിൽ ഈ സൈഡിൽ എവിടെയായിട്ട് ഒരു ഇത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു സൈഡ് കാണാൻ പാകത്തിനെ. ഇവിടെ അല്ലേ വെളിച്ചില്ലാത്ത. ഇതിൻ്റെ അകത്തോടെ എടുക്കത് ഇങ്ങനെ എടുക്കാനാ? മുകളിൽ കൂടെയോ? എന്നിട്ട് അത്രയും നീട്ടം കിട്ടുമോ? പിടിച്ചോ. അല്ല, ഒരു സൈഡ് ഇവിടെ വെച്ച് എന്നിട്ട് അടുത്ത സൈഡ് അതായത് ഇവിടെ ഒരു ഇതിന്റെ ഇടയ്ക്ക് കൂടിയിട്ട് കസേര എടുക്കാം. എന്നിട്ട് മുകളിൽ കൂടെ ഇട്ട് നോക്കട്ടെ. ഇത് പിടിച്ചേ. അല്ല അങ്ങനെ തുറക്കണ്ട, എടുത്ത് എറിഞ്ഞു നോക്കല്ലേ. ഇത് പൊട്ടിപ്പോവും. ഓക്കെ, കിട്ടിയോ? ആ അത് പ്ലഗിൽ കുത്താം. ലാസ്റ്റ് കുത്താം. നീട്ടം കിട്ടുമോ നോക്കാം. നീട്ടം കിട്ടും. ആദ്യം നീട്ടം കിട്ടുമോ നോക്കട്ടെ. ആ ഇല്ല, കുടുങ്ങിയിട്ടൊന്നുമില്ല.
ഓക്കെ, മൊത്തം വലിക്കണ്ട, നമുക്ക് ഇങ്ങോട്ടും കിട്ടണ്ടേ. നമ്മളാ പ്ലഗിന്റെ അവിടെ വരെ ഇപ്പൊ നമ്മൾ കുത്തിയ സ്ഥലമില്ലേ, അത് ഓണാക്കല്ലേ. അതവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എത്തുമെന്ന് നോക്കിയാൽ മതി. രാത്രി നിങ്ങൾ കുത്തിയാൽ മതി, സമയം പോലെ കുത്തിയാൽ മതി. നമുക്ക് ഇവിടം വരെ എത്തി. ഏതാ ഇങ്ങനെ ഒരു കുടുക്ക് എന്തായാലും കൊടുക്കണം. അങ്ങനെ എടുത്താൽ മതി, വലിഞ്ഞു പോകാതിരിക്കാനേ. ഇങ്ങനെ കുത്താൻ അങ്ങനെ നോക്കിയാൽ മതി. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. തൽക്കാലം നമുക്ക് എത്തുമെന്ന് നോക്കാം, എത്തിക്കാം. അതാണ് ഇതാണ് നല്ലത്. ഇതും എടുത്തോ. അതെ, ഇവിടം വരെ എത്തുമോ ഇല്ലായിരിക്കും അല്ലേ? ഇവിടം വരെ എത്തൂലായിരിക്കും അല്ലേ? മാവേലെത്തുമോ? മാവേലെത്തിയാൽ നല്ലതായിരുന്നു അല്ലേ? കിട്ടുമോ? ഓ, ഇവിടം വരെ ഉള്ളല്ലേ? 2 മീറ്ററും കൂടെ വേണമായിരുന്നല്ലേ? ചില ഇവിടം വരെ എത്തും. ഈ സാധനം വെച്ച് നോക്കിയാൽ ഇത്ര കിട്ടുമോ? അല്ല, ഇതുപോലെ ഒരു കമ്പ് ഇവിടെ വെച്ചാൽ കിട്ടുമോ? വെച്ചാൽ കിട്ടൂലേ? ഒരു കമ്പ് കുഴിച്ചിട്ടേ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടാ മതി. ഇച്ചിരി പൊക്കത്തില് മുകളിലോട്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ എല്ലായിടത്തും കിട്ടും. വീട്ടിൽ ഏതാ മാവിന് കിട്ടണമെങ്കിൽ ഇനിയും വേണം, 2 മീറ്ററും കൂടെ കാണും. പക്ഷെ മാവിന് കിട്ടിയാൽ അതിന്റെ ഈ മാവിന്റെ ഇലയെല്ലാം കൂടെ വെളിച്ചം മറിയൂലേ? എന്തായാലും ഞാൻ കുറ്റി ഒരു കുറ്റി അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ മൂലയ്ക്ക് ഇവിടെ എവിടെയല്ലേ ഒരു കുഴി ഇതാക്കിയിട്ട് ബൾബ്, മറ്റേ ഈ ബൾബ് ഇടാവുള്ളൂ കേട്ടോ. വലിയ ബൾബ് അതിനെ വെളിച്ചം കൂടുതൽ ഇട്ടാ കേട്ടോ. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ജിത്തു. ശോഭ. ഞാൻ കൃത്യം ഇപ്പൊ എത്ര മാസം മുന്നേ വന്ന? 7 മാസം മുന്നേ അല്ലേ? 7 മാസം മുന്നേ വന്നപ്പോഴാണ് നിങ്ങളെ ഇവിടെ ആന കയറി ഈ വാതിലൊക്കെ തകർത്ത്. ആ ഒരു സമയത്താണ് ആ വീഡിയോ കാണിച്ചത്. അന്ന് നിങ്ങൾക്ക് കറണ്ട് ഇല്ലായിരുന്നു. ആ വീഡിയോയിൽ അന്ന് തരാൻ വേണ്ടിയിട്ട് ആരോ ഇവിടുന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയൊന്നുമില്ല അല്ലേ? ഓഹോ. എന്നിട്ട് അവസാനം ഇപ്പം കഴിഞ്ഞ ദിവസം അരുണ്, അജേഷ് കേട്ടോ, ഇവർ 2 പേരാണ് നിങ്ങൾക്ക് ഈ കറണ്ട് കിട്ടാനുള്ള സകല പൈസയും മുടക്കിയതും ഈ ബൾബും ടോർച്ചൊക്കെ മേടിച്ചു തന്നു കേട്ടോ. അവർ 2 പേരുമാണ്, അരുണ്, അജേഷ് കേട്ടോ. ഒരാൾ തൃശ്ശൂരുകാരൻ, ഒരാൾ ബാംഗ്ലൂരുകാരൻ കേട്ടോ. അപ്പൊ അവരോട് എന്തെങ്കിലും പറയണോ? നമ്മൾ ഇഷ്ടത്ത് കിടന്നതിന് നല്ലത് ചെയ്തു തന്നതിന് 100 പുണ്യം കിട്ടും. ഇനിയും മുന്നോട്ടേക്ക് അവരെ ജോലികളെല്ലാം മുന്നോട്ടേക്ക് പോയി ഇനം കാണാം, നന്നാവട്ടെ പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ അവരോട് പറഞ്ഞേക്കാം കേട്ടോ. ഏതായാലും സന്തോഷമായോ? സന്തോഷമായി അല്ലേ? എത്ര കുറെ കാലമായില്ലേ? എത്ര കൊല്ലമായില്ലേ നിങ്ങൾ എടുത്തിട്ട് കിടക്കുന്നല്ലേ? ഈ അടുത്ത് എന്നാ ആന വന്നേ? ഈ അടുത്ത് ഞാൻ നടക്ക് വന്നായിരുന്നു. ഞാൻ വന്നായിരുന്നല്ലേ? എല്ലാ ദിവസവും പറയുന്നത് നിങ്ങൾ ആ പേടിയിലാണ് ജീവിക്കുന്നത്? പേടിയിലാണ് ജീവിക്കുന്നത്. അതെ അതെ. ഒന്നരാടം വരുന്നുണ്ടല്ലേ? അതെ, മറ്റേ ആ വലിയ ആന മുഴയനും പിന്നെ മുഴയും വരുന്നുണ്ട്, ഒരു കൊമ്പനും ഉണ്ട്. മുഴ ഭയങ്കര ഡേഞ്ചർ ആട്ടോ. മുഴ ആളുകളെ കൊന്നിട്ടുള്ള സാധനമാണ്. എല്ലാം ആൾക്കാരുടെ നേരെ പാഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ വാല് തർത്ത് ഇങ്ങോട്ട് അതേതാണ്? കഴിഞ്ഞ പ്രാവശ്യം മോഴയാനാണ് ഇത് തർത്തേ. മോഴയാൻ ഇത് തർത്തേരാ. അപ്പൊ ആ ആന തന്നെ സ്ഥിരം ഇവിടെ വരുന്നുണ്ടാന്നാട്ടോ പറഞ്ഞേ. ചേച്ചി ഇവിടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ ഈ വാതിലിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അല്ലേ? വാതിലിന്ന് കാണിച്ചു കൊടുത്തേ, കാണിച്ചെന്നേ, കാണിച്ചു തന്നാൽ മതി. ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വാതിലിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് കേട്ടോ. അത് ഊരി കഴിഞ്ഞാൽ പോകും, അത്രയല്ലേ ഉള്ളൂ. ആ വള്ളി ഊരിയാ പോകൂലേ? വള്ളി ഊരിയാ പോകും. വാതില് നശിച്ചു പോയതല്ലേ? ആ വള്ളി അല്ലോ, കയറുണ്ട്. ആ കയറ് പോയി കഴിഞ്ഞാൽ പോയിട്ടോ. ഊരണ്ട ഇനി നിങ്ങൾ പിന്നെ കെട്ടണ്ടേ. പ്രോസസ് ഒന്ന് കാണിച്ചെന്നേ. 2 വാതിലും പോയതാണ്. ഇത് 2 ആന കളഞ്ഞതാട്ടോ. നമ്മളന്ന് കണ്ടതാണ്. ഇതും അന്ന് എടുത്ത് വെച്ചിട്ടുള്ള ഇതൊക്കെ അന്ന് പൊട്ടിച്ച ആന പൊട്ടിച്ചല്ലേ? ആന വലിച്ചു പൊട്ടിച്ചാട്ടോ. ആന തുറക്കാനായിട്ട് തുമ്പിക്കഴിഞ്ഞിട്ട് നോക്കിയാണ് അന്ന് ഇതുപോലെ പൊട്ടിക്കാൻ. ഈ 2 വാതിലിന്റെ ഒരു അത്യാവശ്യം കൂടെ ഉണ്ട് ഇവർക്ക്. അതിന് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. കമന്റ് ഇട്ടാൽ ഞാൻ നമ്പർ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ ആരൊക്കെയും നല്ല മനസ്സുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ. ആരെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ അറിയിച്ചോളാം കേട്ടോ. ചേച്ചി, അപ്പൊ ഇനി വെളിച്ചത്ത് കിടക്കാമല്ലോ അല്ലേ? സന്തോഷമായില്ലേ? സന്തോഷമായി. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനമാണിത്. അപ്പോൾ ഏതായാലും അവരുടെ ഒരു സന്തോഷം കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു 2 ആഴ്ചത്തെ നമ്മുടെ ശ്രമമാണ് കേട്ടോ ഇത്. ഏതായാലും അവരിനി ഇച്ചിരി വെളിച്ചമൊക്കെ കണ്ടു കിടക്കട്ടെ. ആനകൾ സ്ഥിരം ഇറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പുറത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആനകൾ വരുന്ന വഴിയാണ്. ഏതായാലും സന്തോഷം കേട്ടോ.
ശരി കേട്ടോ, ഓക്കെ. ഒന്നാമത് കണ്ണൂർ കൊണ്ടുപോകേണ്ട മറ്റേ AKG കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയല്ലോ കൂടിയിട്ട് ഒരു 10,000 ഉറുപ്പ്യ കൈമേലുണ്ടായിരുന്നു. അതെടുത്ത് നമ്മള് അന്ന് സ്കാനിങ് ചെയ്തത്. ഓപ്പറേഷൻ പോയില്ലേ? എന്താ അസുഖം എന്തായിരുന്നു? വയറ്റില് ചെറിയൊരു മുഴ വന്നല്ലേ? അങ്ങനെയുള്ളൊരു അതുകൊണ്ട് ഇപ്പൊ സാമ്പത്തികവും ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഏതായാലും ഇരുട്ടുന്നതിന് മുന്നേ മോളെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നതാണ്. ആന ഇറങ്ങുന്ന വഴിയായതുകൊണ്ട് ചേച്ചി പോകുക കേട്ടോ. അപ്പോൾ അതിനെ അവരെ ശല്യപ്പെടുത്തുന്നില്ല. അവരുടെ ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് അധികം കടന്നു കയറുന്നില്ല. ഏതായാലും വളരെ സന്തോഷം കേട്ടോ. ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അവർക്കും ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കാണ്. നമ്മൾ ആ വീടിൻ്റെ ഉൾവശമൊക്കെ കണ്ടതാണ്. ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷത്തോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അജേഷിനും അതുപോലെ തന്നെ അരുണും 2 പേർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇവരുടെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. വളരെ സന്തോഷം. അവർ കാരണമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് തന്നെ സംഭവിച്ചതും അവരുടെ ആ മുഖത്ത് ഒരു സന്തോഷം വന്നതും കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പർ കൂടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കാൻ ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗൂഗിൾ പേ ഒന്നും അവർക്കില്ല. അക്കൗണ്ട് ജസ്റ്റ് ഒരു അക്കൗണ്ട് നമ്പർ അടിച്ച് നിങ്ങൾക്കൊരു പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇത് ചേട്ടൻ്റെയൊക്കെ അല്ലേ? ഇത് ഇവരുടെ പ്രാർത്ഥന സ്ഥലമാണ് കേട്ടോ.